പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശു ക്രിസ്തു എളിയദാസനെ അനുവദിച്ചതിനോർത്ത് ഈശോയ്ക്ക് സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഡേറ്റുകൾ നമ്മൾ കാണുകയുണ്ടായി. എന്ന് ലോകം അവസാനിക്കും, എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു, കേട്ടു, പഠിച്ചു. ഇന്നലെ നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ ആസ്പദമാക്കി ഒരു ചെറിയ രീതിയിൽ, വലിയ വിശദമായിട്ടൊന്നുമല്ല, ഒരു ചെറിയ രീതിയിൽ അതിനെപ്പറ്റി നമ്മൾ കേട്ടു. ഇന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചാർട്ട് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ചാർട്ട് പോലെ നാം ഒരുങ്ങണം, അല്ലെങ്കിൽ അത് ദൈവ തിരുമുമ്പിൽ സ്വീകാര്യമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായി. അപ്പോൾ എന്താണ് ചാർട്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വിവിധ പ്രായമുള്ളവരാണ്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോഴും ഓരോ പ്രായത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ ചെയ്തു പോയ, അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഒരു ചിട്ടയുണ്ട്, ഒരു 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 സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ചില പദ്ധതികളുണ്ട്. അതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കണം. അതിന് ഒരു ചാർട്ട് എന്ന് പറയും. ഒരു ചെറിയ ചാർട്ടാണ്. അതിന് വലിയ ചാർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. അത് ഏകദേശം ഇപ്രകാരമാണ്. അത് നിങ്ങളൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് അപ്പോൾ ഇത് കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് നിസ്സാരമാണിത് എന്ന് പറഞ്ഞാൽ, നമ്മൾ 7 ദിവസത്തെ എങ്ങനെ എടുക്കുക. ഒരു പേപ്പർ എടുത്ത്, നമ്മളൊരു മുഴുത്ത പേപ്പർ എടുത്തിട്ട് 7 ദിവസത്തെ എങ്ങനെ തിങ്കൾ ചൊവ്വാന്ന് പറഞ്ഞ് ശനി വരെ നമ്മൾ എഴുതുക. അതിന് കളം വരിക്കുക. അതിനകത്ത് ഒന്നാമത്തെ കളത്തിൽ ടെലിവിഷൻ, TV എന്നെഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേനകത്ത് സമയം എന്നാണ് എഴുതിയിരിക്കുന്നത്. സമയം, ആ സമയത്തെ സമയത്തെ എഴുതുക. മൂന്നാമത് നമ്മൾ കാണേണ്ടത് മാസം. ഓരോ മാസം ഏതാണ് മാസം എന്ന് എഴുതുക. മാസത്തിൽ ആ മാസം എഴുതിയിട്ട് ആ മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എഴുതുക. അതിനപ്പുറത്ത് ജനറൽ എന്ന് എഴുതുക, പൊതുവായിട്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം അത്. അതിനുശേഷം ദൈവത്തിന് എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ ഓരോ കള്ളികളും തിരിച്ച് നമ്മളിങ്ങനെ എഴുതുക. ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇത് അപ്പോൾ പൊതുവായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തേത് ഞായറാഴ്ച. നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം, നമ്മൾ ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക, രാവിലെ എഴുന്നേൽക്കുകയാണ്. ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ പ്രവൃത്തികളെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. രാവിലെ ദേവാലയത്തിൽ പോയി, വിശുദ്ധ ബലിക്കായിട്ട് ദേവാലയത്തിൽ പോയി നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ നമ്മുടെ സമയത്തെ, സമ്പത്തിനെ, ആരോഗ്യത്തെ, ചിന്തകളെ, കാഴ്ചപ്പാടുകളെ, പ്രാർത്ഥനകളെ, നമ്മുടെ പ്രവൃത്തികളെ, ആരാധനയെ, സുവിശേഷ ശുശ്രൂഷയെ, സുവിശേഷ പ്രഘോഷണത്തെ, സുവിശേഷ ശ്രവണത്തെ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മണിക്കൂർ ദേവാലയത്തിൽ പോയിട്ട് വന്നു. ആ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് ടെലിവിഷന് മുമ്പിലേക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ടെലിവിഷന്, അപ്പോൾ അവിടെ ടെലിവിഷന് മുമ്പിൽ ഇരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ തൊട്ടടുത്ത് ഭിത്തിയിൽ എഴുതി വെക്കണം. ടെലിവിഷന് മുമ്പിൽ ഇരുന്നു അപ്പോൾ നമ്മളൊരു സിനിമ കണ്ടു. ആ സിനിമ 1 മണിക്കൂർ 20 മിനിറ്റ് സിനിമ കണ്ടു. സിനിമ എന്ന് എഴുതിയിട്ട് അടിയിൽ 1 മണിക്കൂർ 20 മിനിറ്റ് എന്നെഴുതി വെക്കാം സമയത്തിൻ്റെ. അതിനുശേഷം അതിൻ്റെ തന്നെ തൊട്ടിപ്പുറത്ത് മുടക്കിയ പണം. അപ്പോൾ ടെലിവിഷനിൽ സിനിമ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 360. ഇപ്പോൾ സിനിമയിൽ ടെലിവിഷൻ എത്രയാണ് പൈസ ചാർജ് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം ടെലിവിഷൻ 15 വർഷമായിട്ട് എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. എത്രയാണോ, അപ്പോൾ ഒരു 300 രൂപ 400 രൂപ കൂട്ടിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ മാസം മുടക്കിയ പണം എന്നുള്ളതിനടുത്തിൽ ആ ടെലിവിഷന് ഒരു മാസം മുടക്കിയ പൈസ 300 രൂപ എന്നെഴുതുക. അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് ജനറൽ എന്ന് നിങ്ങൾ കണ്ടു. ജനറൽ എന്ന് പറഞ്ഞാൽ പൊതുവായ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മൾ പച്ചക്കറി മേടിച്ചു, മുട്ട മേടിച്ചു, ടൗണിലിറങ്ങി സാധനങ്ങൾ മേടിച്ചു, അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ പൈസ നമ്മൾ ജനറൽ എന്ന ആ സെക്ഷനിൽ ചേർക്കരുത്. ജനറൽ എന്നെഴുതുക. ഇവിടെ നമ്മൾ എന്ന് എഴുതണം? മുട്ട മേടിച്ചു, പച്ചക്കറി മേടിച്ചു എന്നെല്ലാം അവിടെ എഴുതുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ദൈവത്തിന് എന്നെഴുതുക. ദൈവത്തിന് കൊടുത്തത്, ദൈവത്തിന് എന്തൊക്കെ കൊടുത്തു. ഇപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസം എത്ര സമയം ടെലിവിഷന് മുമ്പിലിരുന്ന് നമ്മൾ പരിപാടികൾ കണ്ടു? വാർത്തയാണോ കണ്ടത്? ടെലിവിഷൻ ഡാൻസാണോ കണ്ടത്? നമ്മുടെ ആത്മാവിന് ഇഷ്ടമുള്ള പ്രോഗ്രാമാണോ കണ്ടത്? അതോ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളതാണോ കണ്ടത്? അത് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതാണോ കണ്ടത്? അത് എന്ത് പ്രോഗ്രാം? സിനിമയാണോ, ഡാൻസാണോ, മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അതിൻ്റെ അടിയിൽ, ചാർട്ടിൻ്റെ അടിയിൽ ഞായർ എന്നെഴുതിയിട്ട് അവിടെ എഴുതുക. കണ്ടത് ഇത്ര മണിക്കൂർ, 1 മണിക്കൂർ 20 മിനിറ്റ്.
സമയം എഴുതി. അതിന് ആ ടെലിവിഷൻ മുടക്കി ആ വർഷം മാസം മുടക്കിയ പൈസ എഴുതി. ജനറൽ അന്നത്തെ ഞായറാഴ്ച ദിവസം രാവിലെ പച്ചക്കറി മേടിച്ചു, മത്സ്യം വാങ്ങിച്ചു, ഇറച്ചി വാങ്ങിച്ചു, ഇതെല്ലാം വാങ്ങിച്ചു, അതിന് മുടക്കിയ പൈസ നമ്മളവിടെ എഴുതും, ഈ ചാർട്ടിലെഴുതും. രണ്ടാമത് അന്നത്തെ ദിവസം നമ്മൾ ദൈവത്തിനൊന്നൊരു കോളത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത് നേർച്ച കാഴ്ചകൾ ഇട്ടത്, മരിച്ചോണ്ട് കുർബാനയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നേർച്ചപ്പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പള്ളിയിൽ എന്തെങ്കിലും പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൊടുത്ത പൈസ, എല്ലാം കൂടെ അതങ്ങനെ എഴുതുക. അതോടൊപ്പം ദൈവത്തിന് എന്ന കോളത്തിൽ എന്തെഴുതണം? ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതാണ് അന്ത്യവിധിയിലെ അവസാന ചോദ്യം. ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും വീടുകളിൽ കൊണ്ടുപോയിട്ട് എത്ര ഒരു സാധനം മേടിച്ചു കൊടുത്തു എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്തത് അത് ഞായറാഴ്ച തന്നെയാണെങ്കിലും അടുത്ത സെക്ഷൻ എടുക്കുക എന്നുള്ളത് എന്താണെന്നറിയോ? മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എത്ര സമയം കണ്ടു? അപ്പോൾ ഞായറാഴ്ച തന്നെ ആ ദിവസത്തിൽ എന്തൊക്കെയോ ടെലിവിഷൻ മുമ്പിലിരുന്നത്, പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് മൊബൈൽ ഫോണിൽ നമ്മൾ സിനിമ കണ്ടു, സീരിയൽ കണ്ടു, വാർത്ത കണ്ടു, നമ്മൾ ഡാൻസ് കണ്ടു, പാട്ട് കേട്ടു, പിന്നെ നമ്മൾ അത് കണ്ടു, പിന്നെ കുറച്ച് നമ്മൾ ഇതും കണ്ടു. അതിന് നമ്മൾ ആരും അറിയാതെ രഹസ്യമായിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് മുടക്കിയ പണം, അതായത് ഒരു മൊബൈൽ ഫോണിൽ ഇട്ട പണം ആദ്യം നമ്മൾ ആ ലിസ്റ്റ് എഴുതണം. 300 രൂപ അല്ലെ 400 രൂപ. പിന്നെ ഗൂഗിൾ പേ ചെയ്ത് മറ്റെന്തെങ്കിലും കാണാൻ ഉപയോഗിച്ചെങ്കിൽ ആ പണം, അതിന് എത്ര സമയം ഉപയോഗിച്ചു, ആ സമയം മുടക്കിയ പണം എഴുതുക. ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് എഴുതണം? ദൈവത്തിന് ആ ദിവസം മൊബൈൽ കണ്ട സമയത്ത് ദൈവത്തിനായിട്ട് കൊടുത്തതിനകത്ത് എന്തെങ്കിലും ദൈവിക നാമത്തിൽ കൊടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നോ, എന്തൊക്കെ കേട്ടു എന്നുള്ള ലിസ്റ്റ്, സിനിമ കണ്ട സമയം, സീരിയൽ കണ്ട സമയം, നമ്മൾ ഡാൻസ് കേട്ട സമയം, ഇങ്ങനെ ഓരോ ജീവിക്കാം. പിന്നെ മറ്റൊന്ന് നമ്മളെന്താണെന്നറിയോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ വായിച്ചത്, പത്രം വായിച്ചെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്. പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിച്ചെങ്കിൽ ആ ലാപ്ടോപ്പ് ഓരോ ദിവസവും ഓരോ സെക്ഷൻ എഴുതണം. ഓരോ സെക്ഷൻ, തിങ്കളാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം എല്ലാം ഇങ്ങനെ ഓരോ ദിവസവും കണ്ടതിൻ്റെ ലിസ്റ്റ്, സമയം ഇത്ര മണിക്കൂർ, വാർത്ത 1 മണിക്കൂർ 20 മിനിറ്റ് കേട്ടു, സിനിമ 2 മണിക്കൂർ 10 മിനിറ്റ് കേട്ടു, ഡാൻസ് കേട്ടത് 8 മിനിറ്റ്, അതിന് ടെലിവിഷന് ഒരു മാസം മുടക്കിയ പൈസ, മൊബൈൽ ഫോണിൽ ഇട്ട പൈസ, ഡൗൺലോഡ് ചെയ്ത് കണ്ടെങ്കിൽ ഉപയോഗിച്ച പൈസ, പത്രം വായിച്ചെങ്കിൽ പത്രത്തിന് കൊടുത്ത പൈസ, ഇതിങ്ങനെ നമ്മൾ എഴുതി വെക്കണം. പിന്നെ നമ്മൾ മറ്റൊന്നാണ് വാഹനം ഉപയോഗിച്ച് നമ്മൾ എത്ര ദൂരം പോയി, അതിൻ്റെ പെട്രോൾ എത്ര ലിറ്റർ അന്ന് അടിച്ചു, അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പള്ളിയിൽ പോകാൻ വേണ്ടി, ദേവാലയത്തിൽ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ധ്യാനത്തിന് പോകാൻ വേണ്ടി പെട്രോൾ ഉപയോഗിച്ചത് ഇത്ര, അല്ല വാഹനം ഓടിച്ചു പോയത് ഇത്ര, നമ്മൾ സിനിമ കാണാൻ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് പോയത് ഇത്ര സമയം, അതിന് വാഹനം ഓടിച്ച് ഇത്ര, അത് നമ്മൾ എഴുതി ലിസ്റ്റാക്കുക. അങ്ങനെ ഓരോന്ന് ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, ആ 7 ദിവസവും നമ്മൾ ചെയ്തത് ഇതുപോലെ ചാർട്ടുണ്ടാക്കി നമ്മൾ കണക്ക് കൂട്ടി എഴുതി വെക്കണം. അപ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ സമയം നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ജനറൽ എന്നുള്ളിടത്ത് കൂട്ടുക. മൊത്തം ഇപ്പോഴത്തെ മാസം മുടക്കിയ പണം എന്നുള്ളിടത്ത് അതിനകത്ത് കൂട്ടുക. ടെലിവിഷൻ, മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, പത്രമാസികൾ, സിനിമാ മാസികൾ, വാഹനം, ഇതിന് ഉപയോഗിച്ച പൈസ മൊത്തം നമ്മൾ കണക്കൂടും ഒരു ദിവസം ഉപയോഗിച്ചത്. അതെല്ലാം കൂടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് 2500 രൂപ അതവിടെ എഴുതി വെക്കുക. ജനറലായിട്ട് പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ചതിൻ്റെ സാധനം അതെല്ലാം മുടക്കിയത്, അല്ലാണ്ട് ഒരാഴ്ച മൊത്തം കൂട്ടിയത് 3400 രൂപ അത് എഴുതുക. ഇനി യേശുവിൻ്റെ നാമത്തിൽ കൊടുത്തത് വല്ലതും ഉണ്ടോ? ഏതെങ്കിലും അനാഥർക്കും ദരിദ്രർക്കും പോയിട്ട് കൊണ്ട് 2000 രൂപ 5000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് എന്നുള്ള കോളത്തിൽ എഴുതി വെക്കുക. അങ്ങനെ ഒരാഴ്ചത്തെ നമ്മുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു വെക്കണം. ഒരാഴ്ച അത് ഈ കടലാസ് അങ്ങ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇതേപോലെ വേറൊരു കടലാസ് എടുക്കണം. പിറ്റേ തിങ്കളാഴ്ച മുതലുള്ളത് വേറൊരു ക്ലാസ്, അതും ഇതുപോലെ തന്നെ ചാർട്ടാക്കിയിട്ട് ആ ആഴ്ചയിൽ അങ്ങനെ ഒരാളുടെ കയ്യിൽ 5 കടലാസ് ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ ഒരാഴ്ചയിൽ 5 കടലാസ് ഉണ്ടാവണം. അതായത് 5 ആഴ്ച ഉണ്ടല്ലോ, 5 ആഴ്ചത്തെ കടലാസ് ഉണ്ടാവും. എന്നിട്ട് ഈ കടലാസിൽ ഒരു മാസാവസാനം കൂട്ടുക. മാസാവസാനം നമ്മൾ കൂട്ടുമ്പോൾ ഈ സാധനത്തിനൊക്കെ ഉപയോഗിച്ച പണം ഇത്ര, ഭക്ഷണസാധനത്തിന് ഉപയോഗിച്ച പണം ഇത്ര, നമ്മൾ ദൈവത്തിന് കൊടുത്ത പണം ഇത്ര, ദൈവത്തിന് കൊടുക്കാതെ മറ്റാവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ച പണം ഇത്ര. ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ ചാർട്ട് ആത്മാവിൻ്റെ ചാർട്ടാണ് ഇത്, പേഴ്സണൽ ചാർട്ടാണ്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ആത്മസ്ഥിതി പുസ്തകം എന്നൊരു നമ്മൾ കേൾക്കാറുണ്ട്. അതല്ല, ആ ചാർട്ടല്ല, അത് പള്ളിയെ സംബന്ധിക്കുന്നത് മാത്രമാണ്. അത് പള്ളിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പള്ളിയിൽ നമ്മുടെ ക്ലിയറൻസ്, ആൾ ക്ലിയർ ആണോ, പള്ളി കൊടുക്കാറുണ്ടോ, കുടിശ്ശിക എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ചോദിച്ചിട്ട് അച്ഛന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ സംവിധാനം ഇതല്ല. ഇത് നിത്യജീവൻ, ഒരു വ്യക്തിക്കുള്ള നിത്യജീവൻ,
നമുക്ക് കിട്ടുവാൻ വേണ്ടി സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ കർത്താവ് കണ്ടുപിടിക്കും. ഇനി ഇത് ഞാൻ ശരിയോ തെറ്റോ എന്നുള്ളതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത വചനം ഉപയോഗിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മളിങ്ങനെ കാണണം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 17-ാം തിരുവചനം. അവിടെ ഈ ചാട്ടിനെ പറ്റി സർവശക്തനായ പിതാവായ ദൈവം എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ വായിച്ചു നോക്കണം. അതിപ്രകാരം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ് യേശയ്യാ 28:17. അതിൻ്റെ തുടക്കം മെയിൻ വചനത്തിലേക്ക് വരാൻ മുമ്പ് 2 വചനം വായിക്കാം. ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഇനി പറയുന്ന വചനമാണ് നമുക്ക് ഈ ലിസ്റ്റോട് ചേർന്ന് വരുന്നത്. ഏതാണെന്നറിയാമോ? ഞാൻ നീതിയെ അളവ് ചരടാക്കും, ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും. അതാണ് ആ വചനം. ആ വചനം പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം ഒരുക്കങ്ങൾ വരുന്നത്. ആ ലിസ്റ്റുമായിട്ട് ചേർന്ന് വരുന്ന കാര്യമാണത്. ഞാൻ നീതിയെ അളവ് ചരടാക്കും, ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും. അപ്പോൾ എന്താണ് നീതി, അളവ് ചരട്, ധർമ്മനിഷ്ഠ? നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുന്ന ആൾ, ഇത് കെട്ടിടം പണിയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ പ്രവേശനം. ഒരു കെട്ടിടം പണിയുന്ന ആൾ, മേസ്തിരിയുടെ അല്ലെങ്കിൽ ആശാരിയുടെ ആണെങ്കിലും ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഭിത്തി പണിയുക, തറ പണിയുക. ആ തറയും ഭിത്തിയൊക്കെ പണിയുമ്പോൾ തൂക്കട്ടാൻ പറ്റുന്ന സാധനം ഇങ്ങനെ പിടിക്കും. ആ തൂക്കട്ടയുടെ ലെവൽ അനുസരിച്ച് വേണം ഭിത്തി പണിയാൻ. അല്പം പോലും ചെരിഞ്ഞാൽ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പാടില്ല. മുന്നോട്ട് ഉള്ളിലേക്ക് വലിഞ്ഞാലും ഭിത്തി ചെരിഞ്ഞു പോകും, പുറകോട്ട് കഴിഞ്ഞാൽ പുറകോട്ട് പെരഞ്ഞെളിഞ്ഞു പോകും. ലോഡ് കയറുമ്പോൾ, വെയിറ്റ് കയറുമ്പോൾ പെര അടിച്ചിൽ വീഴുന്ന പോലെ ഇരുന്ന് പോകും. എന്നാൽ ഇത് 1 ഇഞ്ച് 1 മൈക്രോ മില്ലി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ ഈ തൂക്കട്ട പിടിച്ചിട്ടാണ് ഈ കെട്ടം പണിയുന്നത്. അതുപോലെ മറ്റൊന്നാണ് അളവ് ചരട്. ഒരു ചരട് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടാണ് ഈ ഭിത്തികൾ പണിയുന്നത്. അപ്പോൾ അതെന്താണ്? അതിനത്ര കൃത്യമില്ല. ചരട് ചുളുങ്ങി കിടന്നാൽ എന്ത് പറ്റും? ഈ ഭിത്തി പണിയാൻ പറ്റില്ല. ഈ നമ്മൾ തൂക്കട്ട നമ്മുടെ സാധനം ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ കല്ല് വെച്ചാൽ എന്ത് പറ്റും? ഭിത്തി ശരിയാവില്ല. അതിനെ തൂക്കട്ടയായിട്ട് നിർത്തി അളവ് ചരട് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി എന്നിട്ടാണ് കെട്ടിടം പണിയുന്നത്. അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ കെട്ടിടവും എന്നെ ഒരു കാറ്റ് വരുമ്പോൾ തന്നെ പറഞ്ഞു വീണേ. അപ്പോൾ കർത്താവാണ് നീതിയെ അളവ് ചരടാക്കും. നീതി, ദൈവനീതിയുണ്ട്, മാനുഷിക നീതിയുണ്ട്, ആത്മീയ നീതിയുണ്ട്, രാഷ്ട്രീയ നീതിയുണ്ട്, ഒരു സമൂഹത്തിൻ്റെ നീതിയുണ്ട്. എല്ലായിടത്തും നീതിയാണുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാമൂഹ്യ നീതി പറഞ്ഞാൽ എന്താണ്? സമൂഹത്തോടുള്ള നമ്മുടെ നീതി. അതിന് പെരയുടെ കരമടയ്ക്കാനുള്ളത്, കറണ്ട് ബില്ലടയ്ക്കാനുള്ളത്, പിന്നെ മറ്റു കാര്യങ്ങൾ, അങ്ങനെ ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം അവിടെ കൃത്യസമയത്ത് അടയ്ക്കുക, അത് കൃത്യമായിട്ട് അടയ്ക്കുക, ബാങ്കിൽ നിന്ന് പലിശ, അങ്ങനെ എല്ലാ കാര്യം, ഭൗതികമായ എല്ലാ നീതിയും അളവ് ചാട് പോലെ കർത്താവ് പിടിക്കും. മറ്റൊന്നാണ് ധർമ്മനിഷ്ഠയെ തൂക്കെട്ടി, ധാർമ്മിക മൂല്യങ്ങൾ. 2 കുഞ്ഞ് കഴിഞ്ഞ് 3ാമത്തെ കുഞ്ഞിനെ ഒന്നെങ്കിൽ അബോർഷൻ ചെയ്തു, അല്ലെങ്കിൽ മുറിച്ച് കിട്ടി. അവിടെ ധാർമ്മികതയില്ല, നീതിയില്ല. അവിടെ കർത്താവ് തൂക്കട്ടെ പിടിച്ചു നോക്കും. നിനക്ക് 10 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഉള്ള സമ്പത്ത് നിനക്കുണ്ടായിരുന്നു. 10 കുഞ്ഞുങ്ങൾ, നിനക്ക് 2 നില വാർക്ക് വീടിൻ്റെ കാറുണ്ട്, നിൻ്റെ 2 മക്കളുണ്ട്. അതിൽ ഒരാൾ അമേരിക്കയും ഒരാൾ കാനഡയുമാണ്. മാസം നീ നിൻ്റെ ബാങ്കിൽ നിന്ന് നീ പിൻവലിക്കുന്ന പണം 5 ലക്ഷമാണ്. അത് കാറുണ്ട്, 2 വാഹനമുണ്ട്, ഒരു ചെറിയ ബൈക്കുണ്ട്, 2 നില വാർക്ക് വീടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 25 അംഗം ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നിൻ്റെ വീട്ടിൽ നീ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, മക്കൾ 2 വിദേശത്താണ്, പൈസ ഇഷ്ടം പോലെയാണ്. ധാർമ്മിക മൂല്യം, നീതിയുടെ മൂല്യത്തെ കർത്താവ് അളവ് ചരട് പോലെ പിടിക്കുമെന്നും തൂക്കട്ട പോലെ ധർമ്മനിഷ്ഠയെ തൂക്കി നോക്കുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്ക് വേണ്ടി എഴുതി വെച്ചതാണ്? ഹല്ലേലൂയ! കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണോ? അതോ ലോകത്തിന് വേണ്ടി എഴുതി വെച്ചതാണോ? അതോ ഇസ്രായേൽക്കാർക്ക് എഴുതി വെച്ചതാണോ? അതോ എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണോ? അതോ നമുക്ക് വേണ്ടി എഴുതി വെച്ചതാണോ? പ്രിയ സഹോദരനെ, ഈ വചനം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്നുള്ളതാണ് ആദ്യത്തെ സന്ദേശം. രണ്ടാമത്, കത്തോലിക്ക സഭ 140 കോടി വരുന്ന കത്തോലിക്ക സഭയ്ക്ക് ഈ വചനം നിശ്ചയമായും കർത്താവ് ഇതുപോലെ തന്നെ പിടിക്കും. അളന്ന് തൂക്കി കർത്താവ് പിടിക്കും. അതാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അപ്പനും മക്കളും തമ്മിൽ, മക്കളും അപ്പനും തമ്മിൽ, നമ്മുടെ ഇടവക തമ്മിൽ,
സമൂഹം തമ്മിൽ, അയൽപക്കം തമ്മിൽ എല്ലാം ഈ ധാർമ്മിക നീതിയും മൂല്യവും കർത്താവ് കൃത്യമായിട്ട് പിടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം പിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ചാർട്ടിനകത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഉപയോഗിച്ച പണം, 10 വർഷം ടെലിവിഷന് കൊടുത്ത പണം, ധർമ്മനിഷ്ഠയുടെ നീതിയുടെ അളവ് ചരട് പിടിച്ച് നീ ടെലിവിഷന് കൊടുത്ത പണം, പത്രമാസികൾ കൊടുത്ത പണം, നീ സിനിമ കാണാൻ കൊടുത്ത പണം, നീ സീരിയൽ കാണാൻ കൊടുത്ത പണം, നീ ലാപ്ടോപ്പ് ഉപയോഗിച്ച പണം, കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗിച്ച പണം, ഇതെല്ലാം കർത്താവ് നീതിയുടെയും ധർമ്മനിഷ്ഠയുടെയും അളവ് ചരടിട്ട് പിടിച്ചാൽ രക്ഷപ്പെടുന്ന എത്ര മനുഷ്യരുണ്ടാവും. ഇനി അതിൻ്റെ തന്നെ ഒരു കാര്യം കൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം, ആമോസ് 7:7. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഇതിൻ്റെ തന്നെ ബാക്കി അതേപോലെ തന്നെ കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുന്ന് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്ക് കട്ടയുമായി നിൽക്കുന്നു. ആദ്യത്തെ വചനത്തെക്കാൾ കട്ടുകെട്ടി സ്ട്രോങ് ആണത്. ആദ്യത്തെ വചനത്തിന് കുറച്ചുകൂടി ഒരു മയമുണ്ടായിരുന്നു. ഇത് കർത്താവ് ഇവിടെ പറയുന്ന ഭാഗം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ? ഇവിടെ നിന്ന് കർത്താവ് തന്നെ പണിതുയർത്തി, അതായത് നമ്മൾ ഓരോ വചനം മനസ്സിലാക്കണം. ഇതാ ഒരു തൂക്കുകെട്ടയുടെ സഹായത്തോടെ, അതായത് ഈ തൂക്കുകെട്ട ഒരു ഭിത്തി, ആ കെട്ടമണിയാണ്. ഏതാണ് കെട്ടണം? സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലോട് ചേർന്ന്. ഏതാണ് കർത്താവ് പണിതുയർത്തിയ മതിൽ? ഒന്നാമത്തെ മതിൽ ഇസ്രായേൽ ജനം, രണ്ടാമത്തെ മതിൽ കത്തോലിക്ക സഭ. ആ മതിലാണ് സഭ. അത് കർത്താവ് പണിതുയർത്തിയാണ്. അതിലെ ഓരോ കല്ലാണ്, ആ ഭിത്തിയിലെ ഓരോ കല്ലാണ് നാം ഓരോരുത്തരും. അതിന് ആ ഭിത്തി പണിയാൻ വേണ്ടി മണ്ണ് കുഴച്ച് മണൽ കുഴച്ച് സിമെന്റിനകത്തോട്ട് ഒഴിച്ചത് എന്താണ്? വെള്ളമല്ല, രക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ പടുത്തുയർത്തിയ ആ മതിലാണ്, ആ സഭ. അത് സഭയാണ്. സഭയിൽ ആ ഭിത്തി പണിയാൻ വേണ്ടി ഒഴിച്ച് കർത്താവ് കുഴിച്ചത് രക്തമൊഴിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ തൂക്കുകെട്ട ഉപയോഗിച്ച് ഞാൻ പിടിക്കുന്ന. കർത്താവ് പറഞ്ഞ് ആ മതിൽ സഭയാണ് കർത്താവിൻ്റെ നോട്ടം. ആ തൂക്കെട്ടിട്ട് പിടിച്ച് കർത്താവ് സഭയെ എങ്ങനെ വിധിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. എന്താണ് നിർത്തുന്നത്? ഇതാ തൂക്കെട്ടിയുടെ സഹായത്തോടെ പണിതുയർത്തിയ മതിലിനോട് ചേർന്ന് കർത്താവും നിൽക്കുന്നു. കർത്താവ് കയ്യിലൊരു തൂക്കെട്ടിയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിച്ചു, ആമോസേ നീ എന്ത് കാണുന്നു? ഒരു തൂക്കെട്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകെട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. അത് ഇസ്രായേൽക്കാരോട് പറഞ്ഞത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ഇസ്രായേൽക്കാരോട് പറഞ്ഞായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്? ആണോ? അല്ല. നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കത്തോലിക്ക സഭയെ, കർത്താവിൻ്റെ സഭയാണ്. എൻ്റെ ജനമായ കത്തോലിക്ക സഭയുടെ മധ്യേ ഞാനൊരു തൂക്കെട്ട പിടിക്കും. ഇനിമേൽ ഞാൻ സഭയെ വെറുതെ വിടുകയില്ല. അതാണ് വചനത്തിനർത്ഥം. അപ്പോൾ കർത്താവ് ഇതുപോലെ തൂക്കെട്ട പിടിച്ച് ഒരളക്കലളക്കുകയും ഒരു തൂക്കെട്ട പിടിച്ച് ധർമ്മനിഷ്ഠയും നീതിയെയും സഭയുടെ, ക്രിസ്ത്യാനികളുടെ ഭവനത്തെ, കുടുംബത്തെ, ബന്ധങ്ങളെ, സഭയെ, ഇടവയെ, രൂപതയെ, ആഗോളസഭയെ, കേരളസഭയെ, ഭാരതസഭയെ വിധിച്ചാൽ എന്തു സംഭവിക്കുക? എന്നിട്ട് കർത്താവ് പറയുന്നത്, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ ഇസ്ഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനമാക്കും, ഇസ്രായേലിലെ ആരാധനാകേന്ദ്രങ്ങൾ ശൂന്യമാക്കും എന്ന് കർത്താവ് വീണ്ടും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കത്തോലിക്ക സഭയോട് പറയണം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഓരോ ദിവസവും അല്ലെ ഓരോ ആഴ്ചയും ഓരോ മാസവും നമ്മുടെ പണമൊക്കെ എവിടെ കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു, എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്ന് കർത്താവിൻ്റെ ചോദ്യമുണ്ടാകും. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മാത്രമല്ല, അപ്പസ്തോലന്മാരുടെ തിരുരക്തവും അവരുടെ ശരീരവും രക്തവും മനസ്സും മജ്ജയും മാംസവും ഈ സഭയ്ക്ക് വേണ്ടി തൊലി ഉരിഞ്ഞ് കൊല്ലപ്പെടുവാൻ വേണ്ടി, തീക്കത്ത് മുക്കി കൊല്ലുവാൻ വേണ്ടി, വെട്ടിക്കൊല്ലുവാൻ വേണ്ടി, അവരുടെ ശരീരം സഭയാകുന്ന ആ മതിൽ പണിയാൻ വേണ്ടി അവർ തിരുരക്തം തൻ്റെ ജീവനും മനസ്സും ആത്മാവും കൊലയ്ക്ക് വിട്ടുകൊടുത്ത് പടുത്തുയർത്തിയ ആ രക്തം കൊണ്ട് പടുത്തുയർത്തിയ കത്തോലിക്ക സഭയെ
കർത്താവ് തൂക്കോട്ടുകൊണ്ട് പിടിക്കുമെങ്കിൽ അതിലെ ഓരോ അംഗങ്ങളാണ്, ഓരോ ആ ഭിത്തിയുടെ മതിലിലെ ഓരോ കല്ലുകളാണ് നമുക്ക് ചുറ്റും കുഴച്ചു വെച്ചിരിക്കുന്നത്. സിമെൻറ്റിനകത്ത് ചേർത്തിരിക്കുന്നത് വെള്ളമല്ല, രക്തമാണ് പ്രിയ സഹോദരരെ. അതുകൊണ്ട് കർത്താവ് വിധിയാളനായിട്ട് ഇങ്ങ് വരുമ്പോൾ ഒരു ന്യായീകരണവും ദൈവത്തിന് മുമ്പിൽ നമുക്കുണ്ടാകില്ല. നമ്മൾ മുടക്കിയ ഓരോ വസ്തുക്കളുടെ പണവും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുടെ തൂക്കട്ടെയും ധർമ്മനിഷ്ഠയുടെ അളവ് ചേർന്ന് വെച്ച് പിടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ കണക്കൂട്ടിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ. ഇനി അത് കഴിഞ്ഞ ശേഷം വെളിപാട് 27 ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ചിന്തിക്കും ഇതെല്ലാം പഴയ നിയമമല്ലേ. ചിലരൊക്കെ എന്നോട് ഫോൺ വിളിക്കുമ്പോൾ പറയാനുണ്ട്, ബ്രദറെ പഴയ നിയമം പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പുതിയ നിയമോട് കൂട്ടിച്ചേർത്ത് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കർത്താവ് പണ്ട് പറഞ്ഞാലേ ഇത് ഇപ്പം ബാധകമാണോ എന്ന് ചിന്തയുടെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അവിടെ കർത്താവ് പറയുന്നൊരു വചനത്തെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. വെളിപാട് 20:7 അവിടെ ഇങ്ങനെ കാണുന്നൊരു വചനമുണ്ട്. ആ വചനം നമുക്കൊന്ന് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുകയാണ് നമ്മൾ. എന്താണ് കാണുന്നത്? എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഇതിൻ്റെ വിധി വരുന്നത് എവിടെയാണെന്ന് അറിയാവോ പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു നേരിട്ട് വന്നിങ്ങോട്ട് വിധിക്കാൻ വേണ്ടി വരികയല്ല. ക്രിസ്തു ഭൂമിയെ, സഭയെ, നമ്മളെ ഓരോരുത്തരും വിധിക്കാൻ വരുന്നതിന് മുമ്പ് സാത്താനെ വിധിക്കാൻ ദൈവം വിടും ഭൂമിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞ 1000 വർഷം തികയുമ്പോൾ, ആ 1000 വർഷം തികയുന്ന എന്നാണ് 2033 ഡിസംബർ 31-ാം തീയതി 1000 വർഷം പൂർത്തിയാവും. അപ്പോൾ 2000 വർഷം പൂർത്തിയാവും. അതിൻ്റെ ലോകാസന യേശുവിൻ്റെ പേരിൻ്റെ കണക്കിൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്, വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് കേൾക്കണം. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ പുറത്തു വരും. ഗോഗ് മാഗോഗ് എന്നിവ യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് വിടും. ആ ഭീകരമായ യുദ്ധം, അതായത് 2033 യുഗാന്ത്യത്തിലും അതിനുശേഷം വരെ 45 ദിവസത്തെ ഗോഗ് മാഗോഗ് യുദ്ധത്തിനും ഈ പ്രപഞ്ചം ഇല്ലാതെയാവുമെങ്കിൽ, ഈ ഭൂമിയെ നശിപ്പിക്കുമെങ്കിൽ സർവശക്തനായ യേശു ക്രിസ്തു പടുത്തുയർത്തിയ ഈ മതിലാകുന്ന സഭയിലെ ഓരോ അംഗമായ നമ്മൾ ഈ നീതിയുടെയും ധർമ്മനിഷ്ഠയുടെയും മൂല്യം നമ്മുടെ അടുത്തില്ല. നമ്മൾ അതിനൊരു തയ്യാറാകുന്നില്ല. നമ്മൾ നമ്മുടെ സൗകര്യം പോലെ, ഇഷ്ടം പോലെ സമ്പത്ത് ഉപയോഗിച്ചു അതിനുവേണ്ടി നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെ പ്രവണതകൾ ഏതൊക്കെ രീതിയിലായിരുന്നു ഞാൻ സ്വയം വിലയിരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു വിലയിരുത്താതെ നാം തോന്നുന്ന പോലെയാണ് ഈ കാലഘട്ടം വരെ ജീവിച്ചതെങ്കിൽ പ്രിയ സഹോദര സഹോദരി, പ്രിയ കത്തോലിക്ക സഭയെ നമുക്ക് തെറ്റുപറ്റി തിരുത്തേണ്ട സമയം ആഗതമായി. അതുകൊണ്ട് കഥ പറയുകയാണ് എന്ന് പറയുന്നത്, നീതിനിഷ്ഠയെ, ധർമ്മനിഷ്ഠയെ അളവ് ചേർന്ന് തൂക്കട്ടയുമാക്കും. അതുകൊണ്ടാണ് ആമോസ് 12 പറയുന്നത്, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. വെറുതെ പറഞ്ഞതല്ല പ്രിയ സഹോദരൻ, വചനം കൂട്ടിയാണ് പറയുന്നത്. അതിനുശേഷം വെളിപാട് 20:7 പറഞ്ഞ ശേഷം പിന്നെ വെളിപാട് 18:5 വരുന്നുണ്ട്. വെളിപാട് 18:5 ആ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോഴേ നമുക്കിന്നത്തെ ചില നിഗൂഢ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുമ്പോൾ വെളിപാട് 18:5 നമ്മുടെ കർത്താവ് പറയുന്നൊരു വചനം ഏതാണ്? അത് ഈ ചാർട്ടിനകത്തുള്ള ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ലാപ്ടോപ്പ്, മൊബൈൽ, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ 4-ാമത്തെ തിരുവചനം മുതൽ നമുക്ക് വായിക്കാം. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓട്ടി അകലുവിൻ, എന്തെന്നാൽ അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവരുടെ മേൽ പതിച്ച മഹാമാരി നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ആ കൂമ്പാരം കൂടിയ സംഭവമാണ് ഇത് പ്രിയപ്പെട്ടവരെ. ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് എല്ലാം എന്താണത്? അതിനകത്ത് നന്മയുമുണ്ട്, തിന്മയുണ്ട്, നമുക്ക് വേണേൽ പറയാം. പക്ഷേ ലോകത്തെ നശിപ്പിക്കുന്ന തിന്മയാണ് ഏറ്റവും കൂടുതൽ. നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ ഉപയോഗിച്ച് എല്ലാവർക്കും ടെലിവിഷൻ കാണാനും വാർത്ത കേൾക്കാനും പരിപാടികൾ കേൾക്കാനും അതിൻ്റെ ശാസ്ത്രീയന്മാരും മനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ച നല്ല സംവിധാനമാണ് ഇൻ്റർനെറ്റ് അഥവാ ബഹിരാകാശ പ്രകടനങ്ങളും പരിപാടികളും മിലിറ്ററി സംവിധാനങ്ങൾ, എല്ലാ ലോകത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, നമുക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഇതിനകത്ത് വന്നേ. പക്ഷേ എന്തു സംഭവിച്ചു? ഒപ്പം തന്നെ അവളുടെ പാപങ്ങളും ആകാശത്തോളം കയറ്റി വെച്ചു. പാപം എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രവൃത്തി. അതാണ് നമ്മൾ അത് കാണുന്നു, ഇത് കാണുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാവരും കേട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് കാണാനും ഇത് കാണാനും നമ്മൾ കൊടുത്ത പണം കർത്താവ് തൂക്കി നോക്കുമ്പോൾ കർത്താവിനെ, ഞാൻ ധർമ്മനിഷ്ഠയെ അളവ് ചേർന്നും നീതിയെ
തൂക്കുകട്ടയുമാക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചു. ആമോസ് പ്രവാചകന്റെ പുസ്തകം നമ്മൾ കണ്ടല്ലോ. ആമോസ് എന്താണിത്? ആമോസ് 7:7 കർത്താവ് ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ തൂക്കുകട്ടയെ നിൽക്കുന്നു. അവിടെ ചോദിച്ചു, ആമോസേ, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് തുടർന്ന്, കണ്ടാലും എൻ്റെ ജനമായ കത്തോലിക്ക സഭയ്ക്ക് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ദൈവവിധി, ദൈവത്തിൻ്റെ വിധി വരുന്ന ഭാഗമാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കുക, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ചുമ്മാ ഒരു കൊട്ടത്താപ്പ് ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല സഹോദരരെ. പ്രശ്നങ്ങൾ അതിൻ്റെ രൂക്ഷാവസ്ഥയിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അടിപതറും, നമ്മൾ വിറച്ചു വീഴും. സമുദ്രം കയറി വരുന്നത് കാണുമ്പോൾ, യുദ്ധം മുറുകുന്നത് കാണുമ്പോൾ, ഭക്ഷണ സാധനം ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകുമ്പോൾ, പെട്രോൾ ഡീസൽ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ വിറച്ചിട്ട് വീഴും. അപ്പോൾ നമ്മൾ ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം? നീതി, ധർമ്മനിഷ്ഠ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു. ആ സമയത്ത് ഇട്ടിട്ട് പോകുന്ന ആളല്ല കർത്താവ്. വാക്ക് തെറ്റിപ്പറയുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. ഇട്ടേച്ച് ഓടുന്ന കർത്താവല്ല യേശു ക്രിസ്തു. കൂടെ നിൽക്കുന്നവനാണ്, ജീവനെ നമുക്ക് തന്നവനാണ്. അവനെ വിശ്വസിക്കാം, അവനെ സ്നേഹിക്കാം, അവനെ ആരാധിക്കാം. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനോട് നമ്മൾ ഈ തരുണത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കും. നമ്മുടെ സഭകളെ, നമ്മുടെ റീത്തുകളുണ്ട്, നമ്മുടെ റീത്തുകൾ. അപ്പോൾ നമ്മുടെ റീത്തുകളൊക്കെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 24 റീത്തുകളിൽ വേൾഡ് കത്തോലിക്ക സഭ, ആഗോള തിരുസഭ 24 റീത്തുകളിൽ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സഭകൾക്കുള്ള കത്ത് എന്ന് പറയുന്നതിനകത്ത് സഭകൾക്കുള്ള കത്തിൽ എഫെസൂസിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി കൊടുത്ത തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുകയാണ്. എന്താണ് വന്നിരിക്കുന്നത്? അത് ഈ സമയത്ത് നമ്മൾ വായിക്കേണ്ടത്, ഈ ലിസ്റ്റോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ നിങ്ങൾ വായിക്കാം, അതിൻ്റെ ആശയം പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടുള്ളതാണെങ്കിലും പറഞ്ഞുതരാം. എഫെസൂസിലുള്ള സഭയുടെ 3 ദൂതനെ എഴുതുക. വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടന്മാരുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതെ ആയിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. അതാണ് ഇപ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നത്. ചില വചനപോഷകരൊക്കെ സഭയെ പഠിക്കുമ്പോഴും സുവിശേഷത്തെ പഠിക്കുമ്പോഴും വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലായി ബോധ്യപ്പെടുമ്പോൾ അവർ ചില കാര്യങ്ങൾ പച്ചയായിട്ട് തുറന്നു പറയും. അപ്പോൾ ചിലർ കമൻറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ്? അപ്പസ്തോലന്മാരാണ് എന്ന് നടിക്കുകയും അങ്ങനെ അല്ലാതായിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയണമെന്ന് കണ്ടുപിടിച്ചു. അപ്പസ്തോല പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതാണ് സാക്ഷാൽ സുവിശേഷം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന വീട് വീടാന്തരം കയറി നടന്ന് സുവിശേഷം പറയേണ്ട, ക്രിസ്ത്യൻ സുവിശേഷം അറിയിക്കേണ്ട നമ്മുടെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും വൈദികരും അച്ഛന്മാരും ഞാനും നിങ്ങളുമടക്കം യേശുവിൻ്റെ സുവിശേഷം ലോകത്തോട് സംസാരിക്കാൻ വേണ്ടി എതിരേക്ക് പോകാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, വാഹനത്തിൽ പോകാൻ പറ്റുമോ, അവിടേക്ക് ചെന്ന് ഈശോയുടെ വരവ് ഉടൻ തന്നെയുണ്ട്, കാലഘട്ടം അവസാനിക്കാറായി, യുഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി, അതുകൊണ്ട് യേശുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, അതിങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് പറഞ്ഞ് വീട് വീടാന്തരം കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ട കത്തോലിക്ക സഭയും നമ്മളും ഇപ്പോൾ എവിടെയാണ്? ഏത് ഉപകരണത്തിന് മുമ്പിലാണ് നമ്മൾ? അതിന് മുടക്കിയ പണം, 1 വർഷം മുടക്കിയ പണം. 1 വർഷം നമ്മൾ ടെലിവിഷൻ ഉപയോഗിക്കാൻ വേണ്ടി എത്ര പൈസ ഉപയോഗിക്കുന്നു? 300 രൂപ. 1 മാസം 10 മാസം കണക്കൂട്ടിക്കോ, 5 വർഷം കണക്കൂട്ടിക്കോ, 10 വർഷം കണക്കൂട്ടിക്കോ. അതിൻ്റെ കൂടെ മൊബൈൽ ഫോണിൻ്റെ പണം, പത്രമാസികകൾ ഉപയോഗിച്ച് പണം, മറ്റ് അതും ഇതുമൊക്കെ കാണാൻ ഉപയോഗിച്ച പണം, അതും കൂടെ കൂട്ടി വെച്ചു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, തീർച്ചയായും നീ ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ ഒന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായ സ്നേഹം നീ കൈപിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്ന് അധംപതിച്ചെന്ന് ചിന്തിക്കുക. അവിടെയാണ് ആ വചനം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അസംബന്ധിച്ചോ ഇല്ലയോ, അതോ നമ്മൾ രക്ഷപ്പെടുകയാണോ ചെയ്തേ, പുരോഗതിയിലേക്ക് എത്തുകയാണോ ചെയ്തേ, നമ്മൾ വലിയ സന്തോഷത്തിലാണോ, വലിയ സമാധാനത്തിലാണോ? നമ്മുടെ വാർത്തയെന്ന് കേട്ടാൽ മതി. കല്യാണം കഴിച്ച് 3-ാമത്തെ ദിവസം നവവധു ഭർത്തൃ വീട്ടിലെ മുറിയിൽ ആത്മഹത്യ ചെയ്തു. എന്തൊരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. എവിടുന്നാണ് നമ്മൾ അധംപതിച്ചത് എന്ന് നീ ചിന്തിക്കുക. സഭയെ നീ ചിന്തിക്കുക, മനുഷ്യ നീ ചിന്തിക്കുക, നിന്റെ കുടുംബം ചിന്തിക്കുക, ഇടവ ചിന്തിക്കുക, രൂപത ചിന്തിക്കുക, ആഗോള സഭ ചിന്തിക്കുക. അതുകൊണ്ട് അർത്ഥം പറഞ്ഞേ, മതിലിനോട് തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ആ മതിലിനോട് ചേർന്ന് കർത്താവ് നിൽക്കുന്നു. എന്നിട്ട് കർത്താവ് പറയണം, ആമോസേ അല്ലെങ്കിൽ ജോസേ, മത്തായി ചാക്കോ അല്ലെങ്കിൽ അച്ചാ മെത്രാനെ, നിങ്ങൾ എന്ത് കാണുന്നു? ചോദിക്കുക കർത്താവ്. ആ വചനത്തിൽ ആ ഭാഗത്ത് വെച്ച് നമ്മുടെ പേര് കൂട്ടിച്ചേർത്ത് വെച്ച് പറയണം, പ്രിയപ്പെട്ടവരെ, സഭയെ നീ എന്ത് കാണുന്നു?
ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? അതാണ് ഞാൻ ആ വെളിപാട് 20:7 പറഞ്ഞത്. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. എന്നിട്ടൊരു വരവുണ്ട് നമ്മുടെ നേരെ. ഹല്ലേലൂയ. ഇപ്പൊ ലോകത്തിന്റെ വിവിധ നാളിൽ കാണുന്ന യുദ്ധമില്ലേ, അതൊക്കെ കുഞ്ഞു ഇത്രയുള്ള യുദ്ധം നടക്കുന്നേ. ഇനി അത് വേൾഡിലേക്ക്, ലോകം മുഴുവനും, ഭൂലോകം മുഴുവനും പടർന്ന് പന്തലിക്കുന്ന ഒരു യുദ്ധം വരുന്നുണ്ട്. അതിനെപ്പറ്റി ദാനിയേൽ പ്രവചന പുസ്തകം 11-ാം അധ്യായത്തിൽ വ്യക്തം വരുന്നുണ്ട്. ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. ദക്ഷിണദേശത്തെ രാജാവ് ഉത്തരദേശത്തെ രാജാവിനെതിരെ വരും. അവർ പരസ്പരം എന്ത് കൊമ്പ് കോർക്കും. എന്നിട്ട് അവർ ആണവ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. അത് ലോകത്തിൻ്റെ സമാധാനത്തെ, ലോകത്തിൻ്റെ ക്രമത്തെ, ലോകത്തിൻ്റെ സ്വസ്ഥതയെ, ലോകത്തിൻ്റെ ഉറക്കത്തെ, ലോകത്തിൻ്റെ ഭക്ഷണത്തെ, ലോകത്തിൻ്റെ സാമാന്യ ജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, ഈ ലോകത്ത് കാണുന്ന എല്ലാ സംവിധാനത്തെയും അടിച്ച് തകർക്കുമെന്ന് കർത്താവ് പറയും. അപ്പോൾ അത് കണ്ടിട്ട്, ഇത് കേട്ടിട്ട് വെളിപ്പെട്ട് കിട്ടിയ ദാനിയേൽ പ്രവാചകൻ ബോധം വിട്ടു വീണു. 21 ദിവസം അദ്ദേഹം ഉപസിച്ചു ജീവിച്ചു. പക്ഷേ നമ്മളിതൊക്കെ കേട്ടിട്ട് നമുക്ക് ഒരു ബോധക്കേടുമില്ല. കാരണം ഇതൊന്നും സംഭവിക്കുകയില്ല. സ്തോത്രം, ബോധം, ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, അപ്പോൾ കർത്താവിന് എന്താണ് ചിന്തിക്കുക? നീ എവിടെ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്തുനിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്കൊരു ഗുണമുണ്ട്. നിക്കോളോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അപ്പം ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം ഭരിക്കുന്നവന് ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. അപ്പോൾ കർത്താവിന്, നീ എവിടെ നിന്ന്? നിന്റെ ദീപപീഠം ഞാൻ തട്ടിമറിക്കും. ഏത്? ലോകത്തിൻ്റെ മുമ്പിൽ 2 ദീപപീഠമുണ്ട്. അതിൽ ഒന്നാമത്തെ ദീപപീഠമാണ് ഇസ്രായേൽ എന്ന ആ സത്യ സമൂഹ രാഷ്ട്ര നിയമം. അവിടെ നിന്നാണ് ബാക്കി എല്ലാ നീതിബോധം വന്നത്. രണ്ടാമത്തെ ദീപമാണ് കത്തോലിക്ക സഭയുടെ ആരാധനകൾ, വിശുദ്ധ കുർബാനകൾ, കൂദാശാതലങ്ങൾ, എല്ലാ സഭയുടെയും ഈ അടിസ്ഥാന കൗദാശിക തലം നിൽക്കുന്നു. അതാണ് 2 ദീപപീഠം. കർത്താവ് പറയാണ്, ഈ ദീപപീഠത്തെ ഞാൻ തട്ടിമറിക്കും. ഏതാണ് ഒരു തട്ട് കൊടുത്തത്? ജെറുസലേം ദേവാലയത്തിൽ യേശു ക്രിസ്തു കയറി ഒരു തട്ട് കൊടുത്ത സംഭവം ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? അവിടുന്ന് ജെറുസലേം ദേവാലയത്തേക്ക് കടന്നു വെച്ച് പറഞ്ഞു, ഈ ഇവിടുന്ന് കാള, പ്രാവ്, ആട്, നാണയം എന്നീ വിൽക്കുന്നവരെ നേരെ ചെന്ന് നാണയമാറ്റക്കാരുടെ മേശകൾക്ക് നേരെ കർത്താവ് കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്നാണ് കൂട്ടിയാൽ മതി. കൈകൊണ്ട് തട്ടിന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർത്താവ് കാലുകൊണ്ട് നല്ലൊരു തൊഴി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവമായ കർത്താവിൻ്റെ തൊഴി, അല്ലെങ്കിൽ ആ തട്ടിമറിക്കൽ. എൻ്റെ പൊന്നു പ്രിയ സഹോദരരെ, എന്നതായിരിക്കും അത്? ഒരു മേശ മറിഞ്ഞു വീണെന്നാണോ അതിൻ്റെ ഇന്നത്തെ അർത്ഥം? ഒരു രാജ്യത്തിനാണ് കർത്താവ് ഒരു തട്ടുമറിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രത്തിനെതിരെ സർവശക്തനായ ദൈവത്തിൻ്റെ കരമുയർന്നാൽ ഉണ്ടാവില്ല, ഒരു ഭൂമി ഉണ്ടാവില്ല, പ്രപഞ്ചമുണ്ടാവില്ല. അതുകൊണ്ട് കർത്താവ്, ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്റെ ദീപപീഠമാകുന്ന നിന്റെ ആരാധനകൾ, നിന്റെ കുർബാനകൾ, നിന്റെ ധ്യാനങ്ങൾ, നിന്റെ ശുശ്രൂഷകൾ, വൈദിക സമൂഹങ്ങൾ, ഇന്ന് കാണുന്ന കന്യാസ്ത്രീകൾ, ഈ സംവിധാനമുണ്ടല്ലോ, ഈ വലിയ തല പൊന്തിച്ച് പിടിക്കുന്ന കൊമ്പ് പോലെ മേലേക്ക് പൊങ്ങി നിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ കൊമ്പുകളുണ്ടല്ലോ, അത് കർത്താവ് അടിച്ച് താഴെയിടുമെന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞ്, ഇനിമേൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ആമോസ് 7:7. അപ്പോൾ ഒരുങ്ങിക്കോ മക്കളെ, നിങ്ങളുടെ നീതിയെ നിങ്ങൾ കണ്ടുപിടിച്ചോ. നിങ്ങളെ വിധിക്കാൻ വേറെ ആരും വരികയില്ല. ക്രിസ്തു അല്ല വരുന്നത്, സാത്താൻ വരും. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. അവൻ ഗോഗ്, മാഗോഗ് എന്നിവയെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടും. നിന്റെ ലിസ്റ്റ്, നിന്റെ ആത്മാവിൻ്റെ ലിസ്റ്റ്, നിന്റെ മനസ്സിൻ്റെ ലിസ്റ്റ്, നിന്റെ കണ്ണിൻ്റെ ലിസ്റ്റ്, നീ കേട്ട സംഭവത്തിൻ്റെ ലിസ്റ്റ് എടുത്തു വെച്ചോ. കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനായ സർവ്വശക്തനായ തൂക്കുകെട്ടിയുമായി വരുമ്പോൾ, കർത്താവെ, ഞാനിതാ കുറച്ച് കാലമൊക്കെ കണ്ടുവരുന്നു, കുറച്ച് ടി വിയുടെ അതിൻ്റെ ഒക്കെ പുറകെ പോയായിരുന്നു. സാവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാനിതെല്ലാം വലിച്ചെറിയുന്നു. എനിക്ക് എൻ്റെ ക്രിസ്തു മാത്രം മതി, നിത്യജീവൻ മാത്രം മതി, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അക്കൗണ്ടിൽ വല്ലതും ഇട്ടുകൊടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട, ഇതാ ദൈവത്തിൻ്റേത് എഴുതി വെച്ചത് ഞാൻ കണ്ടോ, ദൈവത്തിൻ്റേത്. ബാക്കി ജനറൽ ഓരോന്നാണ്. ടെലിവിഷൻ കൊടുത്തത്, ഇൻ്റർനെറ്റ് കൊടുത്തത്, ലാപ്ടോപ്പിന് കൊടുത്തത്, മൊബൈൽ ഫോൺ കൊടുത്തത്, സിനിമയ്ക്ക് കൊടുത്തത്, സീരിയലിന് കൊടുത്തത്, സിനിമ തിയേറ്ററിൽ പോയത്, ചുരിദാർ മേടിച്ചിട്ടത്, ബർമൂഡ മേടിച്ചത്, പെർഫ്യൂം മേടിച്ചടിച്ചത്, കണ്ണെഴുതിയത്, പൊട്ടുകുത്തിയത്, എല്ലാം എടുത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചോ. കർത്താവ് വരും, നിന്റെ ദീപപീഠത്തെ തട്ടിമറിക്കും. ദീപപീഠം എന്താണെന്ന് ഓർത്തല്ലോ. ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളുടെ സഭ, നമ്മളെ പിടിച്ചു നിർത്തിയ സഭ, നമ്മളെ വളർത്തിയ സഭ, നമ്മളെ നയിക്കുന്ന സഭ, ഇന്ന് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കത്തോലിക്ക സഭ ദീപപീഠമാണ്. പ്രപഞ്ചത്തിനു മുമ്പിൽ ഉണ്ടാവില്ല, തട്ടിമറിക്കും. ഞാൻ പറഞ്ഞല്ലത്,
ഞാൻ പറഞ്ഞത് സർവശക്തനായ ദൈവം പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ പറഞ്ഞിരിക്കുകയാണ്, എവിടെ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കുകയും ചെയ്യും. ഏതാണ് ഈ സ്ഥാനം? ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ഏതാണ്? റോം. അവിടെ നമ്മുടെ ആസ്ഥാനത്ത് അവിടെ ഇരിക്കുന്ന ആരാണ്? മാർപ്പാപ്പ. അവിടെ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ദീപപീഠമാണ്. ആ ദീപപീഠത്തെ സർവശക്തനായ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയും. രൂപതകൾ, ഇടവകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീക്കിക്കളയാനുള്ള ദീപപീഠമായിട്ട് നിന്നു കൊടുക്കരുത്. കാരണം എന്താണ്? കർത്താവ് എവിടെ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. നമ്മൾ ടെലിവിഷൻ മേടിച്ച ആ കാലഘട്ടം ഓർത്ത് നോക്കി, എവിടെ നിന്നാണ് അധംപതിച്ചത്? നമ്മൾ എവിടെ വെച്ചാണ് ഇതിനൊക്കെ പണം കൊടുത്തത്? മൊബൈൽ ഫോണിന് പണം പൈസ കൊടുത്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊന്നും വേണ്ടേ? അയ്യോ ഇതൊന്നും ഇല്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ വലിയൊരു ടി വി ഇല്ലെങ്കിൽ, വലിയൊരു കാറില്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പം ഷൂ ആയി പോകലേ, ശൂന്യമായി പോകലേ? കർത്താവ് വന്നിട്ട് മേശയ്ക്കിട്ടൊരു തട്ട് കഴിയുമ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല, നമ്മളുണ്ടാവില്ല, സഭയുണ്ടാവില്ല, പ്രപഞ്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് എടുത്തു വെച്ചോ ലിസ്റ്റ്. ഇതിനപ്പുറത്തേക്കൊരു ഒരുക്കത്തെക്കുറിച്ച് ഇന്ന് വേൾഡിൽ നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് എളിയദാസൻ പറയുകയാണ്, പ്രിയ സഹോദരരെ, പ്രിയ കത്തോലിക്ക സഭയെ, മാർപ്പാപ്പ മുതൽ താഴോട്ട് എല്ലാവരും ഈ ലിസ്റ്റ് കണ്ട് കാണാൻ ചെവികളും കാണട്ടെ, കാണാൻ കണ്ണുകളും കാണട്ടെ, കേൾക്കാൻ ചെവികളും കേൾക്കട്ടെ. എടുത്തു വെച്ചു ലിസ്റ്റ്. പിന്നെ ബാക്കി വചനമെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ട്. കോട്ടി ഇതെല്ലാം മൊത്തം പിതാവാദയം പറഞ്ഞത്, പുത്രനാദയം പറഞ്ഞത്, പരിശുദ്ധാത്മാവദയം പറഞ്ഞത്, ഓരോ വചനത്തെയും. അതുകൊണ്ടാണ് ആർക്കും എന്നോട് തർക്കിക്കാൻ വരാൻ പാടില്ലാത്ത വിധമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാരണം എന്നറിയോ, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും എല്ലാം ക്ലാസ് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു സ്വന്തം ഭാവന ഉണ്ടാക്കി പറഞ്ഞതല്ല. അതുകൊണ്ട് കർത്താവ് ഒരു 2 മാസങ്ങൾക്ക് മുമ്പേ എന്നോട് പറഞ്ഞതാണ്, ഈ ജനത്തിന് ഇങ്ങനൊരു ലിസ്റ്റ് കാണിച്ചു കൊടുക്കണം. ഈ ലിസ്റ്റ് വെച്ച് വിധിക്കും കർത്താവ്. ഈ ലിസ്റ്റ് വെച്ച് നീതിയെ ഞാൻ നർമ്മനിഷ്ഠയെ ഞാൻ അളവ് ചേർന്ന് തൂക്കട്ടിയാക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. നിന്റെ ദീപപീഠത്തെ തട്ടിമറികൂടൻ തന്നെ, പ്രിയ സഹോദരേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇനി എങ്ങനെ ഒരുക്കണം എന്ന് ആരും എന്നോട് ചോദിച്ചേക്കരുത്. ചിലർക്ക് ഇവന് ക്ലാസ് കേട്ടതിന് റാപ്ചർ എന്ന മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ, അല്ലെങ്കിൽ മാതാവിനോടല്ലേ? ചിലർക്ക് പറഞ്ഞാൽ മാതാവിനോട് പോയി കുംസാരിക്കണം എന്നൊക്കെയാണ് ചില പറയുന്നതിനകത്ത്. കുംസാരിച്ച് മാതാവിനോട് വരെ കുംസാരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ജനം നിൽക്കുന്നു. അവിടെ ഒന്നോട്ടൊന്നും കുംസാരിച്ചോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഞാനൊന്നും കേട്ട ഭാഗം അടിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മാതാവിനെ സ്നേഹിച്ച് ആരാധിച്ച് ഇനി കുംസാരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. ഓക്കെ, അതതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ. ഈ ലിസ്റ്റും പ്രകാരം ഇത് ഇന്നയാൾക്ക് വന്നില്ല. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമാനെന്നോ ഈ ലോകത്തിൽ ആരൊന്നുമില്ല. വ്യക്തിയായി ഭൂമി ജനിച്ച ജന്മം കൊണ്ട സകല വ്യക്തികളും തൻ്റെ ലിസ്റ്റ് എടുത്ത് റെഡിയാക്കി വെച്ചോ. ഇതാ കർത്താവ് ഉടൻ തന്നെ നമ്മുടെ അടുത്തേക്ക്. അതിനാൽ പ്രിയ സഹോദരരെ, നിൻ്റെ കണ്ണിന് കൊടുത്ത്, കാതിന് കൊടുത്ത്, ഇന്ദ്രിയത്തിന് കൊടുത്ത്, ശരീരത്തിന് കൊടുത്ത്, മനസ്സിന് കൊടുത്ത്, ആത്മാവിന് കൊടുത്ത്, എവിടെ എത്ര കൊടുത്ത്, എത്ര ലക്ഷം കൊടുത്തു, കണക്കെടുത്ത് വെച്ചു. സർവശക്തനായ ദൈവത്തിൻ്റെ വരവ് ഉടനുണ്ട്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയെങ്കിൽ, നമുക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങി, നമുക്ക് വേണ്ടി തിരത്തം ചെന്തി ഈ കത്തോലിക്ക സഭയെ പടുത്തുയർത്തിയെങ്കിൽ, ഇത്രമാത്രം സഭയെ വളർത്തിയെങ്കിൽ, ഇത്രമാത്രം ജനത്തെ കർത്താവിന് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായി കർത്താവിനോട് ചേർന്നുവെങ്കിൽ, ഈ അവസാന കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ നിത്യയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ വിശദീകരണ പ്രക്രിയ ഉപയോഗിച്ച് നമ്മൾ വിശദീകരണം ഒരുങ്ങുന്നില്ല എങ്കിൽ, കർത്താവ് നീതിയോടെ വിധിക്കാൻ വേണ്ടി വരുമ്പം ഈ ലിസ്റ്റ് വെച്ച് കർത്താവെ, എൻ്റെ അക്കൗണ്ട് ഇവിടെ ടെലിവിഷൻ കൊടുത്ത അക്കൗണ്ടിലല്ല, ഈ ന്യൂസ് പേപ്പറിന് സിനിമയും കണ്ട അക്കൗണ്ടിലല്ല, ഇതാ കർത്താവെ അങ്ങയുടെ അക്കൗണ്ടിൽ ഞാൻ ഓരോ മാസവും ഇത്ര രൂപ ഇത്ര വെച്ച് കൊടുത്തിരുന്നു, ഇതാ വചന പോഷിക്കാൻ ഇത്ര കൊടുത്തിരുന്നു, അനാഥർക്ക് ഇത്ര കൊടുത്തിരുന്നു, അനാഥ മന്ദിരങ്ങൾ ഇത്ര കൊടുത്തിരുന്നു, ക്യാൻസർ രോഗികൾ ഇത്ര കൊടുത്തിരുന്നു, പാവപ്പെട്ടൊരു വീട്ടിൽ ഞാൻ 10 കിലോ അരി മേടിച്ച് കൊണ്ട് കൊടുത്തു, ഒരു അനാഥൻ്റെ വീട്ടിൽ, ഒരു വേദനിക്കുന്ന വീട്ടിൽ ഒരു പാൻറ്റ് മേടിച്ച് കൊടുത്തു, 25 കിലോ അരി വെച്ച് കൊടുത്തു, അവൻ്റെ ക്യാൻസർ രോഗത്തിന് മരുന്ന് മേടിച്ച് കൊടുത്തു. ഇതാ ആ ലിസ്റ്റ് നിറഞ്ഞു നിന്നാൽ, ഈ ലിസ്റ്റ് നിറഞ്ഞു നിന്നാൽ, ദൈവത്തിൻ്റെ കോളം, ഈ കോളം നിറഞ്ഞു നിന്നാൽ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്. ആ വചനം ഏതാണ്? വെളിപാട് 3:10. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. ജോസെ, അല്ലെ സഭയെ, അല്ലെ മത്തായി, തോമാ, ചാക്കോ, ഇത് നിന്നെ സംരക്ഷിക്കും. പേരെടുത്ത് കർത്താവ് പറയാണ്. ആ സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ഒരുങ്ങുന്നവർക്ക്, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യാഗോഷാമ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവനെ? അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതും ആമോസ് പ്രവാചകൻ പറഞ്ഞതും. പിന്നെ ഏതാണ് പറഞ്ഞത്? അത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം എടുത്ത് വായിച്ചാൽ മതി. സുവിശേഷത്തിൽ യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 24-23 എടുത്ത് വെച്ച് വായിക്കുക.
അപ്പോൾ ഇതിൻ്റെ ബാക്കി കിട്ടും. ബാക്കിയുള്ളത് നിങ്ങൾ ഞാൻ വെളിപാട് ഗ്രന്ഥത്തിനോട് പറയണ്ടായി. അപ്പോൾ ഇതനുസരിച്ച് ഒരുങ്ങുന്ന വ്യക്തിക്ക് ഭയപ്പെടാനില്ല. അവൻ മരിച്ചാൽ യേശുവിന് കൂടെ, ജീവിച്ചാൽ യേശുവിന് കൂടെ. ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ടാലും, ശൂന്യമായി നഷ്ടപ്പെട്ടാലും, തൻ്റെ സ്വന്തം ശരീരം നഷ്ടപ്പെട്ടാലും ഭയപ്പെടാനില്ല. കാരണം തൊട്ടപ്പുറത്ത് വിധിയാളനായ സർവ്വശക്തനായ ദൈവം നിൽപ്പുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ എന്തുണ്ട്? നമ്മുടെ ലിസ്റ്റിൽ യേശുവിൻ്റെ ലിസ്റ്റിൽ എന്തുണ്ട്? ഫുൾ കോളമായിരിക്കണം. ഇതിനകത്ത് ലിസ്റ്റിൽ പലതും ഉണ്ടാവും. ഇവിടെ അത് കണ്ടു, ഇത് കണ്ടു, അത് മേടിച്ച്, ഇത് മേടിച്ച് പറഞ്ഞുണ്ടാവും. പക്ഷേ യേശുവിൻ്റെ കോളത്തിൽ ഒന്നുമില്ലാതെ വന്നാൽ ഈ ഈ ഈ ശരീരം എന്ത് പ്രയോജനം? അതുകൊണ്ട് ഈശോ പറഞ്ഞ്, നിങ്ങളുടെ ആത്മാവ് നഷ്ടമായി നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതിനെ പരിശോധനകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന സമയത്ത് ഈ ക്ലാസ്സോടുകൂടി ഞാൻ പറഞ്ഞ ഒരുക്കത്തിൻ്റെ ക്ലാസ് തീരുകയാണ്. ഇനി നാളെ വരുന്നത് യേശുവിൻ്റെ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ് ഇനിയിപ്പം എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത് അതിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടാവുകൊണ്ട് ഇനി അത് ചോദിക്കരുത്. പിന്നെ മറ്റൊന്ന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് പ്രധാന 2 ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രധാന ഒരുങ്ങേണ്ടത് എന്നാ വരുന്നത് പറഞ്ഞ് ചോദിക്കരുത്. പരിസരത്തെ ക്ലാസ് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ആവർത്തിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ആമോസ് പറഞ്ഞോട് പറയുന്നത്, ആമോസേ നീ എന്ത് കാണുന്നു? ജോസേ, ചിന്നമ്മേ, തെയ്യാമ്മേ, അച്ചാ മെത്രാനെ, സഭയെ നിങ്ങൾ എന്ത് കാണുന്നു? ചോദ്യം വരും. ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. സർവശക്തനായ ഈശോ നമ്മോരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.